നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും റീഡേഴ്സ് കോർണറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. KR മീര എന്ന പേര് ആരാച്ചാർ എന്ന ഒരൊറ്റ പുസ്തകം കൊണ്ട് മനുഷ്യ ഹൃദയങ്ങളാകെ കീഴടക്കിയതാണ്. മനുഷ്യ മനസ്സിൽ സ്റ്റാമ്പ് പോലെ പതിഞ്ഞിരിക്കുന്നു ഈ പുതിയ കാലത്തിൻ്റെ സാഹിത്യകാരിയുടെ പേര്. എന്നാൽ KR മീര ആരാച്ചാർക്ക് ശേഷം എഴുതിയ മറ്റൊരു പുസ്തകമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരു നോവലാണ് സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ. പല പുസ്തകങ്ങൾ ഞാൻ വായിക്കാറുണ്ടെങ്കിലും പ്രേക്ഷകർ വായിച്ചിരിക്കണം എന്ന് തോന്നലുളവാക്കുന്ന പുസ്തകങ്ങൾ മാത്രമേ ബുക്ക് റിവ്യൂവിനായി പൊതുവെ ഞാൻ എടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ. മനുഷ്യ ജീവിതത്തിൻ്റെ നനുത്തതും സങ്കീർണവും ജീർണിച്ചതുമായ പല അവസ്ഥാന്തരങ്ങൾ ഒട്ടും മറകൂടാതെ എഴുത്തുകാരി നമ്മളിലേക്ക് എത്തിക്കുന്നു. കേന്ദ്ര കഥാപാത്രമായ ജസബൽ എന്ന ഡോക്ടറുടെ വ്യക്തിജീവിതത്തിലെ ചില സംഭവ വികാസങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഈ കഥ പറഞ്ഞു പോകുന്നത്. കഥ ആരംഭിക്കുന്നത് ഒരു കുടുംബ കോടതിയിലാണ്. ഈ വായനയിൽ ഉടനീളം ഞാൻ ജസബലായി മാറിക്കഴിഞ്ഞിരുന്നു. എനിക്കുറപ്പാണ് ഈ പുസ്തകം വായിക്കുന്ന ഓരോ വായനക്കാരനും ഓരോ വായനക്കാരിയും ജസബലായി മാറിക്കഴിഞ്ഞിരിക്കും. ഒറ്റ നിബന്ധന മാത്രം, തുറന്ന മനസ്സോടുകൂടി, പ്രിജുഡീസ് ഇല്ലാതെ, മുൻവിധികളില്ലാതെ വായിക്കുന്നവർക്ക് മാത്രമേ എപ്പോഴും പുസ്തകത്തിലെ ആശയങ്ങളെ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം പലപ്പോഴും പുസ്തകങ്ങൾ സംസാരിക്കുന്നത്, അക്ഷരങ്ങൾ സംസാരിക്കുന്നത് മനുഷ്യന് നേരിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറയാൻ മടിയുള്ളതും അറപ്പുളവാക്കുന്നതുമായ ചില കാര്യങ്ങളായിരിക്കും. എഴുത്തുകാരി കാണിച്ച ഈ ധൈര്യം അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ്. അത് തന്നെയാണ് ഈ പുസ്തകം റിവ്യൂ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഡോക്ടർ ജസബൽ എല്ലാ കഥകളിലെയും പോലെ നന്നായി പഠിക്കുന്ന അതിസമർത്ഥയായ നാട്ടിൻപുറത്തെ പ്രമാണിയായ ഒരച്ഛൻ്റെയും അമ്മയുടെയും മകൾ. വളരെ യാഥാസ്ഥിതികമായ ചിന്തകളോടുകൂടി ദൈവവിശ്വാസത്തോടുകൂടി വളർന്ന ജസബൽ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹിതയാകുന്നു. ഈ ജസബൽ എന്ന പേര് വളരെ ആകാംക്ഷ ഉണർത്തിച്ചിരുന്നു എനിക്ക്. ബൈബിളിലെ പഴയ നിയമത്തിൽ പ്രതിപാദിക്കുന്ന ഒരു കഥാപാത്രമാണ് ജസബൽ രാജകുമാരി. സമൂഹത്തിൽ നിലനിന്നിരുന്ന ആൺ മേൽക്കോയ്മയെ ചോദ്യം ചെയ്യുന്ന ജസബൽ രാജകുമാരി, അതിന് സമാനമായ സ്വഭാവ സവിശേഷതകളുള്ള നായിക. സ്വന്തം ജീവിതം എല്ലാവരും ചേർന്ന് ചവിട്ടി അരച്ചപ്പോൾ ഒരു മാടപ്രാവിനെ പോലെ ഒതുങ്ങിപ്പോയ ജസബൽ പിന്നീട് ആ ചാരത്തിൽ നിന്നും ശക്തി ആർജിച്ച് ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കുന്നു. തന്നോട് മനുഷ്യർ കാണിക്കുന്ന അന്യായങ്ങൾക്കെതിരെയും ശബ്ദമുയർത്താൻ അവൾ സ്വയം എരിയാൻ തുടങ്ങി. സ്വയം എരിഞ്ഞുകൊണ്ട് പ്രകാശം പരത്താൻ തുടങ്ങി. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീയായി. നോവലിൽ പ്രതിപാദിക്കുന്ന സംഭവ വികാസങ്ങൾക്ക് സമാനമായ ആശയങ്ങൾ ഉന്നയിക്കുന്ന സിനിമകൾ ഈ അടുത്ത കാലത്തായി മലയാളത്തിൽ ഇറങ്ങുകയുണ്ടായി. ജയ 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 ഹേ, ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, കാതൽ, ഇവയൊക്കെ ഇത്തരം ഈ കഥയിൽ പ്രതിപാദിക്കുന്ന പല വിഷയങ്ങളെ ചുവടുപിടിച്ച് വന്ന സിനിമകളാണ്. അങ്ങേയറ്റം സാമ്യത ഈ കഥയിൽ പറയുന്ന പല വിഷയങ്ങളോടും ഈ പറഞ്ഞ സിനിമകളൊക്കെ പുലർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന ആശയങ്ങളെ സംഗ്രഹിക്കാൻ വായനക്കാരന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. വായിക്കുന്ന ഓരോ വ്യക്തിയും പുരുഷനോ സ്ത്രീയോ ട്രാൻസ്ജെൻഡറോ ആരുമായിക്കൊള്ളട്ടെ, അവരുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും കാലഘട്ടത്തിൽ
ഇതിൽ പറയുന്ന സംഭവങ്ങളൊക്കെ അവരും അനുഭവിച്ചിട്ടുള്ളതാണ്. ഇല്ലെങ്കിൽ അവയിലൂടെയൊക്കെ കടന്നു പോകാൻ ജസബൽ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. തളർന്നൊടിഞ്ഞ താമരക്കൂമ്പ് പോലെ തളർന്നിരിക്കുന്ന നമ്മുടെ മനുഷ്യ മനസ്സിനെ, ജീർണിച്ചു പോയ മനുഷ്യ ചിന്തകളെ ഒരു രാസലഹരി തലച്ചോറിൽ തന്നുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ് കഥാകാരി. ഇനിയും തളർന്ന് കിടക്കാൻ പാടില്ല എന്ന് ഓരോ വരിയിലൂടെയും പറയുകയാണ്. സ്വന്തം വ്യക്തിത്വത്തെ മറ്റൊരു ശരീരത്തിൽ തളച്ചിടേണ്ടി വരുന്ന ട്രാൻസ് കമ്മ്യൂണിറ്റി, അവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, പുറത്തു പറയാൻ ധൈര്യം കാണിക്കാൻ പറ്റാത്ത ചിലയധികം മനുഷ്യർ, അവർ വിവാഹിതരാകുന്നത് മൂലം അവർ സ്വയം ഉരുകിത്തീരുകയും മറ്റുള്ളവരുടെ ജീവിതം ഇല്ലാതാക്കുകയും ചെയ്തു. ഇന്നും ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുമ്പോൾ അയ്യേ എന്ന് പറയുന്ന മനുഷ്യർ ഒട്ടും കുറവല്ല നമുക്ക് ചുറ്റും. കൈയൊടിഞ്ഞവനും കാലൊടിഞ്ഞവനും ബുദ്ധിമാന്ദ്യമുള്ളവനെയും ഒക്കെ സമൂഹം ഒറ്റപ്പെടുത്തിയിരുന്നത് പുതിയ ഒരു സംഭവമല്ല. സ്ത്രൈണ സ്വഭാവമുള്ള പുരുഷന്മാരെയും പുരുഷ സ്വഭാവമുള്ള സ്ത്രീകളെയും ഒക്കെ ഇപ്പോഴും ഉൾക്കൊള്ളാനും അവരെയൊക്കെ മനുഷ്യരായി കാണുവാനും അവർ അനുഭവിക്കുന്ന മാനസിക വികാരങ്ങളെ മനസ്സിലാക്കാൻ ഇന്നും ഇത്രയധികം ലോകം പുരോഗമിച്ചിട്ടും പല പുരോഗമനവാദികൾക്ക് പോലും സാധിക്കുന്നില്ല. വിദ്യാസമ്പന്നരായ അറിവുള്ള ആളുകൾ പലപ്പോഴും പീഡിപ്പിക്കപ്പെടുകയും ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. സമൂഹം ഏൽപ്പിച്ചു നൽകിയ പുരുഷന്റെ ബാധ്യതകൾ, കരയാൻ സാധിക്കാത്ത പുരുഷന്മാർ, തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത പുരുഷന്റെ വാശികൾ, ഇത്തരം 1000 കാര്യങ്ങളെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു. ഈ പുസ്തകം വളരെ കൊതിയോടെയാണ് ഞാൻ വായിച്ചു തീർത്തത്. എനിക്കറിയണമായിരുന്നു ജസബൽ അടുത്ത നിമിഷം എന്ത് തീരുമാനമായിരിക്കും എടുത്തിട്ടുണ്ടാവുക എന്ന്. ഇത്രയധികം ധൈര്യം സിദ്ധിച്ച ഒരു എഴുത്തുകാരിയും ഒരു എഴുത്തും മാധവിക്കുട്ടിക്ക് ശേഷം ഞാൻ വായിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. തുറന്നെഴുതുന്ന പല എഴുത്തുകാരെയും നമ്മൾ കാണാറുണ്ട്. സ്ത്രീ മനസ്സിനെ പറ്റിയും പുരുഷ മനസ്സിനെ പറ്റിയും കാമത്തെ പറ്റിയും തുറന്നെഴുതുന്ന ഒരുപാട് ആളുകളെ, ഒരുപാട് എഴുത്തുകാരെ കണ്ടിട്ടുണ്ട്. എന്നാൽ സമൂഹത്തെ തന്നെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം സിദ്ധിച്ച ഒരു എഴുത്തുകാരിയാണ് KR മീര. ആ ഒരു ധൈര്യം വായിക്കുന്ന വായനക്കാരിലേക്കും പകർന്നു തരാൻ അക്ഷരങ്ങൾ അവർ ഉപയോഗിക്കുന്നു. അക്ഷരങ്ങളെ വാളാക്കി മാറ്റിയ KR മീരയ്ക്ക് അഭിനന്ദനങ്ങളും നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട് പ്രേക്ഷകർക്ക് വായിക്കാൻ ഒരു പുസ്തകം കൂടി സജസ്റ്റ് ചെയ്യുന്നു. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ. മറ്റൊരു ബുക്ക് റിവ്യൂവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.